100-ാം വയസ്സിലേക്ക് കടക്കുന്ന കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂൾ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. സംസ്ഥാനത്ത് ഇന്ന് 39.94 ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പ്രവേശിക്കുന്നതോടൊപ്പമാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി സംസ്ഥാനത്തുടനീളമുള്ള വിദ്യാലയങ്ങൾക്കൊപ്പം പ്രവർത്തനമാരംഭിച്ച് 100 വർഷം പിന്നിടുന്ന കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളിലും 2024-25 വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരുന്നു. കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ് സ്വാഗതം ആശംസിച്ച പ്രവേശനോത്സവം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സ്കൂളിന്റെ വളർച്ച ഇവിടെ പഠിച്ച ഓരോ വിദ്യാർത്ഥിക്കും അഭിമാന നിമിഷമാണെന്ന് സമ്മാനിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സമ്പദ്ശേഷിയുടെ, നമ്മുടെ ഘടനയുടെ, നമ്മുടെ പ്രവർത്തനത്തിന്റെ, നമ്മുടെ മികവിന്റെ, നമ്മുടെ വളർച്ചയുടെ പശ്ചാത്തലം വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമായിട്ടുണ്ടായി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ചികിത്സ മാത്രമല്ലല്ലോ, നമ്മുടെ കുട്ടികൾക്ക് അവിടെ മെഡിസിൻ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക. അപ്പൊ മെഡിക്കലും സമഗ്രമായി പഠിച്ച് മാർക്ക് നേടി വന്നാൽ ഗവൺമെന്റ് സെന്ററിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഇടുക്കി പോലുള്ള ഗ്രാമത്തിലും മലയോര മേഖലയിലും ഉണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമില്ല. അവിടെ നല്ല നിലയിൽ പഠിച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. ഈ കുമളിയിൽ ഈ പ്രോഗ്രാമിൽ ഒന്ന് പങ്കെടുക്കാൻ ഈ പ്രവേശനോത്സവ ദിവസം തന്നെ ഇവിടെ വന്നാൽ നിങ്ങളെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. 100 വർഷം പിന്നിടുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഒരു മുത്തശ്ശിയായി ഇവിടെ ഈ കലാലയം കരുകുളത്തിന്റെ കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. എത്രയോ വർഷം പഴക്കം വികസന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം പുരോഗതിയിലേക്ക് എത്താൻ പാടയെത്തുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അക്ഷരജ്ഞാനത്തിന് പ്രാധാന്യം നൽകാൻ കഴിയുന്ന സ്കൂളായി കുമളിയിൽ നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഏവർക്കും എല്ലാവർക്കുമായി ആശംസകൾ നേരിട്ട് ഗ്രാമപഞ്ചായത്ത്, ത്രിപഞ്ചായത്ത് ഉൾപ്പെടെ അവരുടെ എല്ലാ സഹകരണവും ജനകീയമായ കൂട്ടുത്തരവാദിത്വം ഇതിനെ സ്വാഗതം അർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി കൃത്യമായ അഭ്യർത്ഥികൾ ഉണ്ട്. ഔപചാരികമായ ഉദ്ഘാടനം അറിയിക്കട്ടെ. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നെർണാകുന്നൽ, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നോളി ജോസഫ്, പീരുമേട് AO M രമേശ്, സ്കൂൾ PTA പ്രസിഡന്റ് VA സിംസൺ, വൈസ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് നവാഗതരായ കുരുന്നുകളെ മധുരം നൽകി സ്വീകരിച്ചു. ശേഷം പഴയകാല കലാവിരുന്നായ പാവകളി, വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ഹൈസ്കൂൾ TTI വിഭാഗം പ്രിൻസിപ്പൽ A മല്ലിക, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ B പ്രമോദ്, VHSC പ്രിൻസിപ്പൽ സൂരത്ത്, അധ്യാപകരായ S ആനന്ദ്, MS മിനിമോൾ, M ശ്യാമ തുടങ്ങിയവർ പ്രവേശനോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.